കണ്ണൂർ പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണൻ അനുകൂലിയുടെ കാറ് കത്തിച്ച കേസിൽ 2 CPIM പ്രവർത്തകർ അറസ്റ്റിൽ. സുധീഷ്, അജയ് കൃഷ്ണ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ടി പുരുഷോത്തമന്റെ കാർ കത്തിക്കുകയും വീട് ആക്രമിക്കുകയും ചെയ്ത കേസിലാണ് അറസ്റ്റ് ഉണ്ടായത്. നിഖിൽ അളവൂർ വിവരങ്ങളുമായിട്ടുണ്ട്. നിഖിൽ, സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാൻ, അക്രമികളെ കൈകാര്യം ചെയ്യാൻ പോലീസിന് പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യം ഈ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ADM-നുമായി നടത്തിയ ചർച്ചയിൽ നൽകിയെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആനന്ദ്, 10-ാം തീയതി, അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഇത്തരത്തിൽ വി കുഞ്ഞികൃഷ്ണൻ അനുകൂലിയായ CPIM അംഗം കൂടിയായ ടി പുരുഷോത്തമന്റെ വീട്ടിന് നേരെ അക്രമം ഉണ്ടാകുന്നത്. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറിന് തീ കൊടുക്കുകയായിരുന്നു ആദ്യം ചെയ്തത്. പിന്നീട് ജനൽ ചില്ലുകൾ അടിച്ച് തകർക്കുകയും ചെയ്തു. ഈ ജനൽ ചില്ലുകൾ അടിച്ചു തകർക്കുന്ന ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങി കാറ് കത്തുന്നത് കാണുകയും അത് തീ അണക്കുകയും ചെയ്തതുകൊണ്ടാണ് കാറ് പൂർണ്ണമായി വന്ന് കത്താതിരുന്നത്. ഏതായാലും കണ്ണൂർ റേഞ്ച് IG ഉൾപ്പെടെയുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ സ്ഥലത്തെത്തി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ആരംഭിച്ചിരുന്നു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചായിരുന്നു ഈ പോലീസിന്റെ അന്വേഷണം. അങ്ങനെയാണ് ഇന്ന് വൈകിട്ടോടുകൂടി ഈ കേസിൽ 2 പ്രതികളെ പിടികൂടിയിരിക്കുന്നത്. സുധീഷ്, അജയ് കൃഷ്ണ എന്നിവരാണ് നിലവിൽ പിടിയിലായിട്ടുള്ളത്. ഇവർ 2 പേരും DYFIയുടെ ഭാരവാഹികൾ കൂടിയാണ്. സുധീഷ് DYFIയുടെ പയ്യന്നൂർ വെസ്റ്റ് മേഖല പ്രസിഡന്റും അജയ് പയ്യന്നൂർ വെസ്റ്റ് മേഖല എക്സിക്യൂട്ടീവ് അംഗവുമാണ് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇന്ന് ചേർന്ന സർവകക്ഷി യോഗത്തിലും പോലീസ് ഇത്തരത്തിൽ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ട് പയ്യന്നൂരിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയും കൃത്യമായ നിർദ്ദേശം DYSP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് നൽകുകയും ചെയ്യുന്നുമുണ്ട്. വ്യക്തമാണ്. നിഖിലാണ് കണ്ണൂരിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്.